ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒമാനിലെ അൽസിഫ എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. ഒമാനിലെ എല്ലാ ബീച്ചുകളും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിൽ പോയിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. പിന്നെ വീഡിയോ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. കൊറോണയൊക്കെ കാരണം നമുക്ക് അവിടെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും പോയി നോക്കാം നമുക്ക്. അങ്ങനെ 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മുടെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അധികം കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വീഡിയോ എടുക്കാമല്ലോ. അങ്ങനെ വോയിസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയ്ക്ക്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ അവിടെ കാണുന്നൊരു ഷോപ്പ് പോലെ എന്തോ ഉണ്ടായിരുന്നതാണ്. അതിവിടെ ഇപ്പോൾ വർക്കിംഗ് ഒന്നുമല്ല, ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കല്ലുകൾ കൊണ്ട് കിട്ടിയിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നത്, എന്തൊക്കെയൊന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ മണലിൻ്റെ കുന്നു പോലെയൊക്കെ ഉണ്ടായിരുന്നു. ബീച്ചിൻ്റെ അവിടേക്ക് എത്തുന്തോറും ഇങ്ങനെ നല്ല കല്ലുകളില്ലേ, നല്ല ഭംഗിയുള്ള പല നിറങ്ങളിലുള്ള കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതുപോലെ നല്ല വലിയ കല്ലുകളായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പെബിൾസ് അങ്ങനത്തെ സംഭവങ്ങളല്ല, വലിയ കല്ലുകളായിരുന്നു. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി നടന്നപ്പോൾ ഇതുപോലെ ഫുള്ളും ബീച്ചിൻ്റെ അവിടെ ഫുള്ളും ഇതുപോലത്തെ വലിയ വലിയ കല്ലുകളായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ജീവനുള്ള ശംഖാണോ, ശംഖ് പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കയ്യിലെടുത്ത് ഞാൻ പിടിച്ചപ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ശംഖ് പോലത്തെ ഈ ഞൗണിക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലൊരു സംഭവം. ശംഖിൻ്റെ ചെറിയത് ഇതോ ഇവിടെ ഒക്കെ ഇങ്ങനെ അഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. നമുക്കിത് കടിക്കുമോ, ഞണ്ടിൻ്റെ പോലെ കടിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കണ്ടത്, ഇത് ചത്ത് കിടക്കണതാണ് കേട്ടോ ഒരു മീൻ. ഫുള്ള് അതിൻ്റെ മേലും മുള്ളുകളാണ് കേട്ടോ. ഇതുമൊക്കെ ചെന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ ആകെ പൊളിഞ്ഞു പോകും. അതുപോലത്തെ നിറച്ച് മുള്ളായിട്ടുള്ളൊരു മീൻ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്.
നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളില്ലേ, അതേപോലത്തെ ആയിരുന്നു അതൊന്നും. അതുപോലെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് താമസിക്കുന്നവരായിരിക്കും ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ കടലിലൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളാട്ടോ, അവർക്ക് പാരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ വന്ന് 2-3 പേരൊക്കെ കൂടി കുറേ ടൈം ഇങ്ങനെ കടലിൽ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് കാണുമ്പോൾ പേടിയാവും, കുട്ടികൾ തന്നെ വന്ന് ഇങ്ങനെ കടലിലൊക്കെ ഇറങ്ങുന്നത് കാണുമ്പോഴേ. അപ്പോൾ അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.